കിട്ടേണ്ടത് കിട്ടാതെ ഇറാൻ പാഠം പഠിക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്, അവർ ഹൊർമൂസ് വീണ്ടും അടച്ചിരിക്കുന്നു. പല കപ്പലുകൾക്ക് നേരെയും വെടിവയ്പ്പുണ്ടായി. അതുപോലെ തന്നെ പലതും തിരിച്ചയച്ചു. ഇറാന് ടോള് കൊടുത്തു പോകുന്ന അല്ലാത്ത കപ്പലുകളെയാണ് ഈ നേരിടുന്നത്. അതിൽ ഇന്ത്യയുടെ ഇന്ത്യൻ പതാക വഹിച്ചുള്ള 2 കപ്പലുകൾക്ക് നേരെ വെടിവയ്പ്പുണ്ടായി. അതിനെ തിരിച്ചുവിട്ടു. അപ്പം അതിനെതിരെ ഇന്ത്യ അതിശക്തമായിട്ട് പ്രതിഷേധിച്ചു. ഇറാൻ്റെ അംബാസഡറെ ന്യൂഡൽഹി വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഇന്ത്യയുടെ പരിഭവവും ദേഷ്യവും എല്ലാം അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇതൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞ IRGC എന്ന് പറഞ്ഞ ആ കക്ഷികളാണ്. അതായത് ചെറുപ്പക്കാരായിരിക്കുമല്ലോ പട്ടാളക്കാരും. അപ്പോൾ കൊല്ലുക, ചാകുക, ഇത് ഒരു ശാസനയായിട്ട് ഒരു ജീവിത രീതിയായിട്ട് കണക്കാക്കിയിട്ടുള്ള ആളുകളാണ് അവർ. അപ്പോൾ അവർക്ക് ചാകുന്നതും കൊല്ലുന്നതും ഒന്നും പ്രധാനപ്പെട്ട കാര്യമല്ല, അത്ര വലിയ സംഗതിയൊന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ അവർക്ക് രാജ്യം കുട്ടിച്ചോറാകുന്നതോ ആളുകൾ മരിക്കുന്നതോ ഒന്നും പ്രശ്നമല്ല. ഈ ലോകത്ത് അസമാധാനം ഉണ്ടാകുന്നതും പ്രശ്നമല്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കാനായിട്ട് ഇപ്പം പ്രസിഡന്റ് ട്രംപും മറ്റു നേതാക്കളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഉന്നത തലങ്ങളിൽ. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ജനറൽ ആസിം മുനീറൊക്കെ കൂടി ഇടപെട്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് ഉന്നത തലങ്ങളിൽ. ഈ ഇറാൻ്റെ പ്രസിഡന്റ് പേഷക്യാൻ, അതുപോലെ തന്നെ അസംബ്ലി സ്പീക്കർ ഗാലിബാഫ്, പിന്നെ ഈ വിദേശകാര്യമന്ത്രി അരഗാച്ചി, ഈ കക്ഷികളൊക്കെ ആയിട്ട് ബാക്ക് ചാനലിലൊക്കെ കാര്യമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ച അംഗീകരിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. IRGC എന്ന് പറഞ്ഞ ആ ഭീകര സംഘടന അവർ തീരുമാനിക്കണം കാര്യങ്ങൾ. ആ രീതിയിലേക്ക് സംഗതികൾ മാറിയിരിക്കുന്നു. അതിപ്പം പാകിസ്ഥാനിൽ നമുക്കറിയാം, അവിടെ മന്ത്രിസഭയും പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന മിലിറ്ററിയാണ്. ആസിം മുനീറാണ് പട്ടാള മേധാവി എന്ന് പറഞ്ഞ പോലെ ഇവിടെയും പട്ടാളം അതിൻ്റെ അധികാരം കാണിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അവരുടെ അധീശത്വം കാണിക്കാനായിട്ട്. അപ്പോൾ ഹൊർമൂസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പ്രസിഡന്റ് ട്രംപ് അതിശക്തമായിട്ട് അവർക്ക് വാൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല, ഈ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും, ഈ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇവരെ തടയാൻ കഴിയുന്നില്ല ഇതുവരെ. ഇപ്പം ഈ വെനസ്വേല, ഈ സൗത്ത് അമേരിക്കയിൽ അവിടുന്ന് ചെറു കപ്പലുകളിൽ ഇങ്ങോട്ട് മയക്കുമരുന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എത്ര കപ്പലുകൾ ആക്രമിച്ചു, എത്ര ചെറിയ ബോട്ടുകൾ ആക്രമിച്ചു, എത്ര പേര് കൊല്ലപ്പെട്ടു. കാരണം 135 പേര് ഇതിനകം കൊല്ലപ്പെട്ടു. ഇതേ സ്ട്രാറ്റജി തന്നെ അവിടെ എടുക്കാൻ പറ്റില്ലേ? അവിടെ വലിയ കപ്പലുകളിലല്ല ഈ ഇറാൻ്റെ സൈന്യം വന്ന് ആക്രമിക്കുന്നത്, അല്ലെ വെടിവയ്ക്കുന്നത്, ചെറിയ കപ്പലുകളിൽ. അത് നേരിടാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയില്ലേ? ആ ഹൊർമൂസ് പോലെയുള്ളൊരു സ്ഥലത്ത്, വളരെ വിദൂരമായൊരു സ്ഥലത്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി അവരെ നിലയ്ക്ക് നിർത്താനായിട്ട് കഴിവില്ലേ അമേരിക്കയുടെ സൈനിക ശക്തിക്കും, വിമാനങ്ങൾക്കും, ഹെലികോപ്റ്ററിനും ഡ്രോണിനുമൊക്കെ. അവർ രംഗത്തിറങ്ങുമ്പോൾ തന്നെ അവരുടെ പാട്ടുപെട്ടി മടക്കി പോകാൻ അവരെ വിധേയമാക്കേണ്ടതല്ലേ? എന്തായാലും അത് കഴിയുന്നില്ല, ഇപ്പോൾ കഴിയുന്നില്ല. ഒരു കാരണവശാലും അമേരിക്ക ഈ കരാർ ലംഘിച്ചു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ, 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതുകൊണ്ടാണ് ഹൊർമൂസ് അടയ്ക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കൻ കപ്പലുകൾ, അമേരിക്ക ഈ ഇറാൻ്റെ തുറമുഖങ്ങളൊക്കെ പ്രതിരോധിച്ചിരിക്കുന്നു, ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, ഉപരോധിച്ചിരിക്കുന്നു. അപ്പോൾ അത് കരാർ ലംഘനമാണ്. അതുകൊണ്ടാണ് തങ്ങളിത് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ അമേരിക്കയുടെ ഉപരോധത്തെപ്പറ്റി കരാറിലൊന്നും പറയുന്നില്ല, അതിനെപ്പറ്റി ഒരഭിപ്രായവും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. 10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സുബോധമൊക്കെ വരും ആളുകൾക്ക് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ സുബോധം വരുന്ന ലക്ഷണമില്ല. ചിലരെ അടി കിട്ടിയാലേ നന്നാവുകയുള്ളൂ. ഈ ചട്ടമ്പികൾക്കും അങ്ങനെയുള്ള ആളുകൾക്ക് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞ പോലെ അടി കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാലേ അവർ നന്നാവൂ എന്നുള്ളൊരു സ്ഥിതി വന്നാലെന്ത് ചെയ്യും? അപ്പോൾ അത് അത് തന്നെയാണ് ഇപ്പം ഇറാനിൽ വേണ്ടതെന്ന് തോന്നിപ്പോകുന്നു. കാരണം ഈ പല രാജ്യങ്ങളെയും ആക്രമിക്കുക, പല രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുക, ഒരു ചട്ടമ്പി പിരിവ് ഈ ഹൊർമൂസിൽ നടത്തുക, ആ ചട്ടമ്പി പിരിവ് ഏർപ്പെടുത്തുക. ഞങ്ങൾക്ക് ഇത് തന്നാലേ നമ്മുടെ നാട്ടിലെ അട്ടിമറി ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതി. അപ്പോൾ അതേതായാലും ലോകരാജ്യങ്ങൾക്ക്, ഒരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, ഇന്ത്യക്കും ഒന്നും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആകപ്പാടെ ചൈനയുടെ കപ്പലുകളൊക്കെ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ചൈനയുമായിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട വ്യാപാരം. അവിടെ ചൈനയുടെ കപ്പലുകൾ തടയാനൊന്നും അമേരിക്ക തയ്യാറാകുമോ എന്ന് സംശയമുണ്ട്. ആ ഒരു ബലത്തിലായിരിക്കും ഇവർ ഈ കളിക്കുന്നത് എന്ന് തോന്നുന്നു. നേരെ മറിച്ച് ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ
ഈ ഇവിടെ ചട്ടമ്പി പിരിവൊക്കെ കൊടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സാധനങ്ങൾക്കെല്ലാം വില കൂടും. അതുമാത്രമല്ല, അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഈ ഒരു പൊതുസ്വത്ത് പൊതു വഴി കൂടെ പോകുന്നതിന്, ഒരു നട റോഡിൽ കൂടെ പോകുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് ടോള് തരണമെന്ന് പറഞ്ഞ് അവിടെ ആ റോഡിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾ പറഞ്ഞാലത്തെ സ്ഥിതി എന്താവും? ആ ഒരവസ്ഥയാണ് ഇപ്പം ഇറാൻ പയറ്റി നോക്കുന്നത്. അപ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. അപ്പോൾ അതിനെതിരെ ഈ ഇറാൻ്റെ കപ്പലുകൾ, ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന കപ്പലുകൾ, അല്ലെ ഇറാനിലേക്ക് പോകുന്ന കപ്പലുകൾ ലോകവ്യാപകമായി തടയുമെന്നാണ് ഇപ്പം പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അമേരിക്ക തടയുമെന്ന്. അപ്പം ലോകവ്യാപകമായിട്ട് ഒരു സൈനിക നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലോകയുദ്ധം എപ്പോൾ വേണേലും ഉണ്ടാകാം. എപ്പോഴും അതിലേക്കുള്ളൊരു വഴിവെട്ടി തെളിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ചൈനയോ ഒക്കെ പറയുക ഞങ്ങളുടെ കപ്പലുകളെ തടഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നമായി എന്ന് പറഞ്ഞ് അവരുടെ ഇടപെട്ടാലോ. അപ്പോൾ ഇതൊക്കെ ഈ യുദ്ധം എന്ന് പറയുന്നത് ഈ കുടത്തിലെ ഭൂതത്തെ തുറന്നു വിടുന്നത് പോലെയാണ്. അത് എതിരോടെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും, അത് അതിൻ്റേതായ വഴിക്ക് പോവും. ആ സ്ഥിതി തന്നെയാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ഈ IRGC ഈ ഗാസയിലെ ഭീകരന്മാരെ ഒരു പരുവത്തിലാക്കിയതുപോലെ ഇവന്മാരെയും ഒരു പരുവത്തിലാക്കാതെ ഇറാനെ വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാസ്തവം പറഞ്ഞാൽ അതിലേക്കായിരിക്കാം കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവരെ നേരിടുമ്പോൾ രാജ്യത്ത് മൊത്തം അത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയുള്ളൂ. ഒരു ഭരണമാറ്റമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഈ ഉന്നത നേതാക്കൾ പലരെയും കൊന്നുവെങ്കിലും മറ്റു കുറേ നേതാക്കളെ കൊല്ലാതെ വിട്ടിരുന്നു. പെഷക്യാനും ഈ അസംബ്ലി സ്പീക്കർ ഗാലിബാഫ് ഇങ്ങനെയൊക്കെയുള്ള അരഗാച്ചി ആ കക്ഷിയുടെയൊക്കെ. അപ്പോൾ ഈ ഇറാഖിലെ പോലെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ അരാജകാവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളൊരു സ്ഥിതി ആ രീതിയിലായിരുന്നു എന്ന് തോന്നുന്നു അമേരിക്കയും ഇസ്രായേലും പ്രവർത്തിച്ചത്. ഇപ്പോഴെന്തായാലും ഇവരൊന്നും പറയുന്നതൊന്നും ഈ താഴേക്കിടയിലുള്ളവർ കേൾക്കുന്ന ലക്ഷണം കാണുന്നില്ല. ആർക്കും എന്തും ചെയ്യാമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഇവരെ നിലയ്ക്ക് നിർത്താനായിട്ട് അമേരിക്ക എന്ത് ചെയ്യും എന്നാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.